പിരിവിന്റെ കാര്യത്തിൽ ITUC-ക്കാർ ഉടക്കി നിൽക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ITUC-യുടെ ശക്തിയും പണവും ഇല്ലാതെ പാർട്ടി നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ലെന്നാണ് ലൂക്കോസിനെ പോലുള്ളവരുടെ ധാരണ. അത് വെച്ച് MYF-യുടെ നിയന്ത്രണം കൂടി അവരെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എതിർത്തു. അതിന്റെ വൈരാഗ്യം തീർക്കുകയായിരിക്കും അവര്. ആ മനോജിനെ അറിയില്ലേ? കേരള ഭൂമിയുടെ MD. പിന്നെ ഇത് സ്വാമി. പിന്നെ ITUC-യുടെ സഹായമില്ലെന്ന് കരുതി കൺവെൻഷന്റെ നടത്തിപ്പിൽ ഒരു കുറവും വരുത്തണ്ട. പോരാതെ വരുന്ന പണം അത് എത്രയായിരുന്നാലും മനോജ് തരും. അല്ലേ മനോജ്? അതെ, കേരള ഭൂമിയുടെ പേരിൽ സ്പോൺസർ ചെയ്യാം. ആ, നീ എന്താ ആലോചിക്കുന്നേ? അല്ല, തെറ്റിദ്ധരിക്കരുത്. ITUC-ക്കാരെ സഹകരിക്കില്ല എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ സ്പോൺസർഷിപ്പിന്റെ കാര്യം അത് സഖാവിന് അറിയാമല്ലോ. ഞാനല്ല, ഒരു കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. മതി. കമ്മിറ്റി സമ്മതിക്കുകയാണെങ്കിൽ അതും പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി. എടോ, കേരളത്തിലുടനീളം നടക്കുന്ന ബക്കറ്റ് വരവിൽ ITUC സഹകരിക്കുന്നില്ലേ? പിന്നെ അവിടെ നടന്ന ഒറ്റപ്പെട്ടൊരു സംഭവം അതിൽ താനെന്നെ കുറ്റപ്പെടുത്തുകയാണ്. അല്ല സഖാവേ, ഞാൻ പറഞ്ഞു വന്നത്... ഒന്നും പറയണ്ട. പാർട്ടിയിലെ മേലാളന്മാരിൽ ചിലർ യൂണിയൻ പ്രവർത്തകരോട് കാണിക്കുന്ന ചിറ്റമ നയത്തിൽ പലർക്കും ഗ്രീവൻസ് കാണും. അതായിരിക്കും സേവ്യർ അവിടെ പ്രകടിപ്പിച്ചത്. എന്തായാലും ഇത് തെറ്റ് തന്നെയാണ്. അതിനവനെ താക്കീത് ചെയ്തിട്ടുണ്ട്. അല്ലാതെ പിരിവെടുക്കുന്നതിൽ ഞാൻ തടസ്സം നിൽക്കുമെന്ന് എനിക്ക് തോന്നിയോ? ഇല്ല, ഒരിക്കലും സഖാവ് അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. ആ, എങ്കിൽ അത് വിട്ടാക്കി. നമുക്ക് മറ്റൊരു പ്രശ്നമുണ്ട്. നാളെ മത്സ്യത്തൊഴിലാളികളുടെ ലോൺ വിതരണത്തിന് ചെയർമാൻ വരുന്നുണ്ടല്ലോ, ദിവാകരൻ. ഉവ്വ്, അയാളാണെങ്കിൽ സ്വന്തം സമുദായക്കാർക്കും കുടുംബക്കാർക്കും മാത്രമേ ലോൺ അനുവദിക്കുന്നുള്ളൂ എന്നൊരു ആക്ഷേപമുണ്ട്. അതിന് ശക്തിയായിട്ട് തന്നെ നേരിടണം. നിങ്ങൾ അകത്തേക്ക് ഇരുന്നോളൂ. ശരി, ഞാൻ വരാം. നമസ്കാരം സാർ. ആ, ഇത് ചുമ്മാതല്ല അനുവദിക്കില്ല എന്ന് പറഞ്ഞത്. എനിക്കെതിരായി സർക്കാരിലേക്ക് പരാതി അയച്ചവരല്ലേ നിങ്ങൾ? ദിവാകരൻ കള്ളനാണ്, തെമ്മാടിയാണ്, അഴിമതിക്കാരനാണെന്ന് ആ കൂട്ടഹർജിയിൽ നിങ്ങൾ ഒപ്പിട്ടില്ലേ? പിന്നെന്തിന് എന്റെ മുമ്പിൽ ഒന്ന് കൈ നീട്ടുന്നു? സാറേ, എനിക്ക് എഴുത്തും വായനയും ഒന്നും അറിഞ്ഞൂടാ. സഖാവ് ശിവദാസനും കൂട്ടിനും വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒപ്പിട്ട് കൊടുത്തു. സഖാവ് ശിവദാസ്, സ്റ്റാലിൻ ശിവദാസ്, അവൻ മത്സ്യത്തൊഴിലാളികളെ പറ്റി എന്തറിയാം? അവൻ കടലിൽ പോയിട്ടുണ്ടോ? വള്ളവും വലയും എന്താണെന്ന് അറിയാത്ത ആ സഖാവ് പറയുന്നതാണ് നിങ്ങൾക്ക് കാര്യമെങ്കിൽ അവനോട് തന്നെ പോയി ചോദിക്കാം. അയ്യോ സാറേ, ഞാൻ കൊണ്ട് പോടും.